ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് രഞ്ജിത്ത്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ ലൈറ്റ് ചെറിയൊരു പ്രോബ്ലമായി. അപ്പോൾ ഞാനിന്ന് പുറത്ത് വീഡിയോ വിചാരിച്ചിട്ട് വീടിൻ്റെ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് അല്ലറ ചില്ലറ ശബ്ദമൊക്കെ കേൾക്കും, ഒന്ന് സഹകരിക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. രണ്ട് പേരുടെ സ്റ്റോറിയാണ് ഇപ്പോൾ ഞാൻ പറയണത്. അതിൽ ഏത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നോ അത് എടുക്കാം. എന്തായാലും എനിക്ക് പറയണമെന്ന് തോന്നി. അതിലൊന്ന്, അത് ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചാണ്. അയാൾ 25 പൈസയുടെ സ്റ്റോക്ക്, ഒരു പെന്നി സ്റ്റോക്ക് 25 പൈസയുടെ 30,000 രൂപയ്ക്ക് വാങ്ങിച്ചു. 30,000 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് ആ സ്റ്റോക്ക് അയാളുടെ ഉദ്ദേശം എന്താ വെച്ചാൽ ഒരു 5 പൈസ കൂടിയ തരക്കേടില്ലാത്ത ലാഭം കിട്ടി ഒക്കെ ഒഴിവാക്കി. അതൊരു 2 ഹോൾഡിങ്സിലേക്ക് ആകുമ്പോഴേക്കും എന്തായാലും ഒരു 5 പൈസ 10 പൈസ കൂടും എന്നുള്ളൊരു ഇതിൽ മൂപ്പര്, അല്ലെങ്കിൽ ഒരാഴ്ച വെയിറ്റ് ചെയ്താൽ കൂടെ 5 പൈസ വ്യത്യാസം വന്നാൽ തന്നെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുള്ള ഇതിലാണ് മൂപ്പര് അങ്ങനെ വാങ്ങിച്ചത്. ശരിക്കും അങ്ങനെ വാങ്ങിക്കാൻ പാടില്ല. പെന്നി സ്റ്റോക്ക് ഒരിക്കലും, ഇത്തരത്തിലുള്ള സ്റ്റോക്ക് ഒരിക്കലും നമ്മൾ വാങ്ങിക്കരുത്. വാങ്ങിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. അതേപോലെ തന്നെ മൂപ്പർക്ക് പണി കിട്ടിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ സ്റ്റോക്ക് മൂപ്പര് വാങ്ങിച്ച് കുറച്ച് ദിവസത്തിന് ശേഷം നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഇല്ലാതായി. എന്താ പ്രശ്നം എന്നറിയില്ല. എനിക്ക് മെസ്സേജ് കാണാൻ പറ്റില്ല പറഞ്ഞു. ഞാനും ചെക്ക് ചെയ്ത് നോക്കി, ആ ലിസ്റ്റിൽ ഈ കമ്പനി ഇല്ല. അയാളുടെ പൈസ എന്തായെന്നറിയില്ല. മൂപ്പര് 7,000 സംതിങ് സ്റ്റോക്കാണ് മേടിച്ചിരിക്കുന്നത് 30,000 രൂപയ്ക്ക്. ആ പൈസ പോയോ, അതിന് ഇനി വീണ്ടും ആ കമ്പനി സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റിൽ വരുമോ എന്നൊരു ഉറപ്പില്ല. അപ്പോൾ എന്തായാലും മൂപ്പര് ഭയങ്കര വിഷമത്തിലാണ് മെസ്സേജ് അയച്ച്. അപ്പോൾ ഞാനും നോക്കിയപ്പോൾ അത് കാണാനില്ല. ഞാൻ പറഞ്ഞത് ഇപ്പോൾ എങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ എനിക്കറിയില്ല. അത്തരത്തിലൊരു അനുഭവം നമുക്ക് ഉണ്ടായിട്ടില്ല. മറ്റൊരാൾ പറഞ്ഞത് കേട്ടിട്ടില്ല. അത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു സ്റ്റോറി. ഓക്കെ. പിന്നെ വേറൊരു ഫ്രണ്ട്, അതെൻ്റെ ഫ്രണ്ടാണ്. പുള്ളി എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ, ഈ ചെറിയ സ്റ്റോക്ക് ഉണ്ടല്ലോ, 1 രൂപയുടെ 2 രൂപയുടെ ഇത്തരത്തിലുള്ള സ്റ്റോക്ക് ഒരിക്കലും വാങ്ങിക്കാൻ പാടില്ല. പെന്നി സ്റ്റോക്ക്, അത് ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ പുള്ളി ചെയ്തിരിക്കുന്നത് ഈ 1 രൂപയുടെ സ്റ്റോക്ക് അത്യാവശ്യം ഫണ്ടമെൻ്റലൊക്കെ നോക്കിയിട്ട് അവർ 1 രൂപയുടെ 100 സ്റ്റോക്ക് മേടിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു 90 പൈസ 75 പൈസ ഇങ്ങനെയുള്ളതിൻ്റെ 100 രൂപയിൽ ഇറക്കിയിട്ടുള്ളൂ. അങ്ങനെ 10 സ്റ്റോക്ക് മേടിച്ചിട്ടുണ്ട്. ഈ 10ൻ്റെയും ആൾ 1 രൂപയാണെങ്കിലും ശരി, അതിൻ്റെ ഫണ്ടമെൻ്റൽ ഡീറ്റെയിൽസ് എല്ലാം നോക്കി കുറച്ച് ഓക്കെ ആണെന്ന് തോന്നിയതിന് ശേഷം മാത്രമാണ് വാങ്ങിച്ചിരിക്കുന്നത്. എപ്പോൾ? ഒരു 1.5 വർഷം മുമ്പ് വാങ്ങിച്ചതാണ്. അപ്പോൾ എനിക്ക് മൂപ്പര് ഇതിൻ്റെ പോർട്ട്ഫോളിയോ കാണിച്ചു തന്നു. ഏകദേശം 10-12,000 രൂപ പ്രോഫിറ്റിൽ വന്ന് കിടക്കുന്നത്. അതെന്താ കാരണം എന്ന് വെച്ചാൽ, ചില സ്റ്റോക്ക് ഉണ്ടല്ലോ, നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. ചില ഇപ്പോൾ നിൽക്കുന്ന 15 രൂപയുടെ 20 രൂപയുടെയും പല സ്റ്റോക്കും കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ പിന്നോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് 1 രൂപ 2 രൂപയായിരിക്കും അതിൻ്റെ റേറ്റ്. അപ്പോൾ അതിൻ്റെ ഏകദേശം ഫണ്ടമെൻ്റലൊക്കെ നോക്കി ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് ആൾക്കിപ്പോൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടി. ഇപ്പോഴും ആൾ വിറ്റിട്ടില്ല. ചില കമ്പനികൾ ഭയങ്കര ഡൗൺ ആയിട്ടോ, 1 രൂപയിൽ നിന്ന് അത് 10 പൈസ 20 പൈസയ്ക്ക് പോയ ലിസ്റ്റും ഉണ്ട്. ഇപ്പോഴത്തെ 10 സ്റ്റോക്കിൽ അത്തരത്തിൽ കമ്മിയായിട്ടുമുണ്ട്. പക്ഷേ ചില സ്റ്റോക്ക് നല്ല മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ഒരു 15 രൂപ 16 രൂപ വരെയൊക്കെ വന്നിരിക്കും. മൂപ്പര് ഇൻവെസ്റ്റ് ചെയ്ത് എത്രയാണ്? 100 രൂപ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ രണ്ടാമത്തെ കുഴപ്പമില്ല. നമ്മളിപ്പോൾ പെന്നി സ്റ്റോക്കിൽ പൈസ ഇറക്കരുത്, അറിയാം, അത് ശരിയാണ്, ഞാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ 100 രൂപയിൽ ഒരു സ്റ്റോക്കിൽ ഇറക്കണല്ലോ. എങ്ങാനും ആ സ്റ്റോക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ ഓക്കെ ആണല്ലോ. ഞാൻ എക്സാമ്പിൾ ഒരു സ്റ്റോക്ക് കാണിച്ചത്, ഞാൻ എന്നെ എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ് വെറുതെ. ആ സ്റ്റോക്ക് കഴിഞ്ഞ വർഷം 2020 1 രൂപ 50 പൈസയാണ്. ഇപ്പോൾ അത് വില 11-12 രൂപയാണ്. അപ്പോൾ അതിൽ 100 രൂപ ഇറക്കിയിട്ടുണ്ടെങ്കിൽ വെറുതെ 1000 രൂപ കിട്ടി. പക്ഷേ അത് ഇനിയും നല്ല മുന്നേറ്റത്തിലേക്കാണ് കാണുന്നത്. അതിൻ്റെ ഫണ്ടമെൻ്റൽ നോക്കുമ്പോൾ അതിന് ഡെപ്റ്റ് ക്ലിയർ ആണ്, കടങ്ങളൊന്നുമില്ല, ലോണും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അത്യാവശ്യം ആദ്യം സ്റ്റാർട്ടിങ് മാർക്കറ്റ് ക്യാപ്പ് കുറച്ചുള്ളായിരുന്നു, ഇപ്പോൾ അത് കുറച്ച് ഹൈ ലെവലിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അത് സ്റ്റഡി ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്താൽ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത്? ഈ രണ്ട് സാഹചര്യങ്ങളും നോക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1000 രൂപയല്ലേ ഉള്ളൂ, 100 രൂപയുടെ 1 രൂപയുടെ ഇതേപോലെയുള്ള 10 സ്റ്റോക്ക് 100 രൂപയ്ക്ക് 1000 രൂപയ്ക്ക് വാങ്ങി ഇൻവെസ്റ്റ് ചെയ്യാം. അതിൽ നമുക്ക് വലിയ നഷ്ടമൊന്നുമില്ല. പോയാൽ പോട്ടെ എന്ന് വിചാരിക്കേണ്ടി വരും. ഏതാനും 10 സ്റ്റോക്ക് ഇപ്പോൾ പോകണമെന്നൊന്നുമില്ല. ചിലപ്പോൾ 1-2 സ്റ്റോക്ക് ചിലപ്പോൾ മാർക്കറ്റിൽ ഇതേമാതിരി ഇല്ലാണ്ടായി എന്ന് വരാം. 30,000-ൻ്റെ കഥ പറഞ്ഞ പോലെ. എന്തായാലും ആദ്യം പറഞ്ഞത് എന്തായാലും അത് അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ല. അങ്ങനെ ആരെങ്കിലും ഇറക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് ഡേഞ്ചറസ് ആണ്. ഇത്തരത്തിൽ 1 രൂപയുടെ 100 സ്റ്റോക്ക് 100 രൂപ അത് ഓക്കെയാണ്. അല്ലെങ്കിൽ 50 പൈസയുടെ സ്റ്റോക്ക് വേണമെങ്കിൽ 100 രൂപയ്ക്ക് 200 എണ്ണം കിട്ടും, അത് ഓക്കെയാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എന്തായാലും വാങ്ങിക്കുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ, ഞാൻ 2 പേരുടെ അനുഭവങ്ങൾ എനിക്ക് പങ്കുവെക്കണം തോന്നി. ഇതിലേതാണ് നല്ലതെന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാം. ഈ ഒരു ഇൻഫർമേഷൻ എനിക്ക് 2 ദിവസം മുമ്പ് ഒരു തലശ്ശേരി കണ്ണൂരിൽ നിന്നൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ചോദിച്ചപ്പോൾ ഞാൻ അവർക്കും അഡ്വൈസ് ചെയ്തു. എന്താ വെച്ചാൽ ആ ഇടയ്ക്കാണ് എനിക്ക് ഈ ഒരു ന്യൂസ് കിട്ടിയത്. അപ്പോൾ അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഇൻഫർമേഷൻ പങ്കുവയ്ക്കണം എന്ന് തോന്നി. ഒരിക്കലും ഞാൻ പെന്നി സ്റ്റോക്ക് മേടിക്കാൻ സജസ്റ്റ് ചെയ്യില്ല.
ഇത്തരത്തിൽ 1 രൂപയുടെ 100 സ്റ്റോക്ക് മേടിക്കാം. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മതി, ഞാൻ ഫോഴ്സ് ചെയ്യല്ല, ഒരു പരീക്ഷണം മാത്രം. കിട്ടിയാൽ ഓക്കെ. ഓക്കെ, അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു സ്റ്റോക്ക് തന്നെ നോക്കൂ, UI ഫിൻക്രോപ്പ് ലിമിറ്റഡ്. ഇപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഇപ്പോൾ 210 കോടിയാണ്. കറൻറ്റ് പ്രൈസ് 11 രൂപയാണ്. ഇപ്പോൾ ഹൈ ലോ എന്നുള്ളത് 1 ഇയറിലാണ് കാണിച്ചിരിക്കുന്നത്. 1 ഇയറിൽ നോക്കൂ, 1 രൂപ 75 പൈസയാണ്. ഇപ്പോൾ അത് 11 രൂപ 40 പൈസ ആയിരിക്കണം. അപ്പോൾ നമ്മൾ അന്ന് ഒരു 1000 റുപ്യക്കൊക്കെ മേടിച്ചിട്ടായിരുന്നു, ഇപ്പോൾ നല്ലൊരു പ്രോഫിറ്റായി. അല്ലെങ്കിൽ 100 റുപ്യക്ക് മേടിച്ചാൽ തന്നെ മതി. ഇത്തരത്തിലുള്ള 10 സ്റ്റോക്കാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമുക്ക് ചാർട്ട് ഒന്ന് നോക്കി നോക്കാം. അതാ ചാർട്ട് നോക്കൂ, ഏകദേശം 2021 ആണ്. ഇപ്പോൾ 2020 എടുത്തു കഴിഞ്ഞാൽ അതാ 2 രൂപ 1 രൂപ, ഇപ്പോൾ കണ്ട 11 രൂപ. ഓക്കെ അല്ലേ? 100 രൂപ ഇറക്കിയാൽ മതിയല്ലോ. നമ്മൾ ഫണ്ടമെൻ്റൽ ഇങ്ങനെ നോക്കുക, കമ്പനിയുടെ ഡെപ്റ്റ് ഫ്രീ എന്നല്ല എഴുതിയിട്ടുണ്ടല്ലോ. അത്തരത്തിൽ നമ്മൾ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഓക്കെ ഉണ്ടെങ്കിൽ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഇത് നമ്മുടെ ഫൈനാൻസ് ആണെന്ന് തോന്നുന്നുണ്ട്. ബജാജ് ഫൈനാൻസ്, SBI കാർഡ്സ്, HDFC AMC, മുത്തൂറ്റ് ഫൈനാൻസ് ഈ ഗ്രൂപ്പിൽ പെട്ടതാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഫിൻക്രോപ്പ് എന്നുള്ളത് കമ്പനിയും. ഓക്കെ, ഇത്തരത്തിൽ നിങ്ങൾ നോക്കി ഫണ്ടമെൻ്റലായി നോക്കി 1 രൂപയുടെ ആ ലെവലിലുള്ളതിൽ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് വയ്ക്കുക. അത് സെപ്പറേറ്റ് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളിപ്പോൾ ട്രേഡ് ചെയ്യണത് സെറോദയിലാണെങ്കിൽ അപ്സ്റ്റോക്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ 10 സ്റ്റോക്ക് അതിൽ ഇട്ട് വയ്ക്കുക. പിന്നെ തിരിഞ്ഞ് നോക്കണ്ട, അതിൽ പോയത് പോട്ടെ, കിട്ടിയത് കിട്ടട്ടെ. ചിലപ്പോൾ ഇത്തരത്തിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കാണിച്ചു തന്ന പോർട്ട്ഫോളിയോ കാണിച്ചു തന്നപ്പോൾ എനിക്ക് അത് ഓക്കെ ആയെന്ന് തോന്നിയതുകൊണ്ട് മാത്രം പറഞ്ഞാണ്. ഒരിക്കൽ കൂടി ഞാൻ പറയാം, പെന്നി സ്റ്റോക്ക് വാങ്ങിക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല. അപ്പോൾ ഇത്തരത്തിൽ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യണതിൽ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരം വീഡിയോകൾക്കായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.